ഹലോ ഗായ്സ്, അപ്പോൾ കുറച്ച് നാളായില്ലൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. ഇന്നിതാ വെർമസലി വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുക. നമ്മളിവിടെ സേമിയ ഉപ്പുമാവെന്നാണ് പറയാറ്. ആദ്യം തന്നെ പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അത് ചൂടായതിന് ശേഷം ഈ ഒരു വെർമസലി ഇട്ട് കൊടുക്കുക. റോസ്റ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്നാലും കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി നമ്മൾ റോസ്റ്റ് ചെയ്തു. ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് വറ്റൽമുളകും ഉഴുന്നും ഇട്ട് മിക്സ് ചെയ്യണം. അതൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സവാളയും ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാമേ. ഞാനിവിടെ സവാളയും ബീൻസും ക്യാരറ്റും പച്ചമുളകുമാണ് ഉപയോഗിച്ചത്. സവാള ഒന്ന് വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കണം. ക്യാരറ്റും ബീൻസും പച്ചമുളകുമാണ് ഞാൻ ചേർത്തത്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അതിലേക്ക്. എന്നിട്ട് അതൊന്ന് തിളയ്ക്കും വരെ വെയിറ്റ് ചെയ്യണം. ഇതുപോലൊന്ന് തിളച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെർമസലിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്ത് നമുക്കിതിനെ ഇളക്കി വേവിക്കാം. വെന്ത് വന്നതിന് ശേഷം ഇതിനെ പാനിൻ്റെ സൈഡിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നടുക്കായിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഇവിടെ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട ഒന്ന് ചെറുതായിട്ട് വെന്ത് വരാനായിട്ട് അടച്ച് വയ്ക്കാം നമുക്ക്. എന്നിട്ട് മുട്ടയൊന്ന് ചിക്കിക്കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയായി. കുറേ പേർക്ക് ഇതുണ്ടാക്കാൻ അറിയാമായിരിക്കും. അറിഞ്ഞൂടാത്ത കുറച്ച് പേർക്കായിട്ടാണ് ഈ വീഡിയോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് റെസിപ്പി ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. സോസൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്